അമേരിക്കയുടെ ലോകാധിപത്യത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും നേർക്കാഴ്ചയാണ് വെനസ്വേലയിൽ കഴിഞ്ഞ ദിവസം ലോകം കണ്ടത്. മയക്കുമരുന്ന് മാഫിയക്കെതിരെയുള്ള പോരാട്ടമെന്ന വ്യാജേനെ അമേരിക്ക നടത്തിയ കടന്നുകയറ്റം അവരുടെ കൊളോണിയൽ താൽപര്യങ്ങളുടെ തുടർച്ച മാത്രമാണ്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണശേഖരമുള്ള രാജ്യമാണ് വെനസ്വേല. 1970കളിൽ എണ്ണമേഖല ദേശസാൽക്കരണം ആരംഭിച്ച വെനസ്വേലയിൽ ഹ്യൂഗോ ഷാവേസിന്റെ വരവോടെ അമേരിക്കൻ കുത്തക കമ്പനികൾക്ക് കടന്നുകയറാനുള്ള എല്ലാ മാർഗങ്ങളും അടഞ്ഞു. അതിനെ തുടർന്ന് ആരംഭിച്ച അമേരിക്കൻ ഉപരോധങ്ങളുടെയും അട്ടിമറി ശ്രമങ്ങളുടെയും ഒടുവിലെ നടപടിയാണ് നാം ഇപ്പോൾ കണ്ടത്. ലക്ഷ്യം എണ്ണശേഖരം തന്നെ. കടന്നുകയറ്റത്തിനു പിന്നാലെ അമേരിക്കൻ എണ്ണ കമ്പനികൾ വെനസ്വേലയിൽ നിന്നും പണമുണ്ടാക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയും മോഷണം പോയ എണ്ണ തിരിച്ചുപിടിക്കുമെന്ന JD വാൻസിന്റെ പ്രതികരണവും വ്യക്തമാക്കുന്നതും അതുതന്നെയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് കടന്നുകയറാൻ കഴിയാത്ത രീതിയിൽ വെനസ്വേലയിലെ ധാതു സമ്പത്തിനെ നാളിതുവരെ കാത്തത് ഇടതുപക്ഷ പ്രത്യയശാസ്ത്ര അടിത്തറയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹ്യൂഗോ ഷാവേസിലൂടെ വളർന്ന ആശയത്തിന്റെ ഇന്നത്തെ മുഖമായ നിക്കോളാസ് മഡോറയെ തകർക്കുക അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം കൂടിയായിരുന്നു. ഒപ്പം സാമ്പത്തിക ഉപരോധങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് കരുത്തേകിയ ചൈനയുമായുള്ള ബന്ധത്തിന് ലാറ്റിൻ അമേരിക്കക്കാകെ നേതൃത്വമായി നിന്നതും വെനസ്വേല തന്നെയായിരുന്നു. അമേരിക്കയുടെ മൂക്കിന് താഴെ ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് ഒരു രാഷ്ട്രം അതിജീവിക്കുന്നതും ചൈനയുമായി ചങ്ങാത്തം സ്ഥാപിക്കുന്നതും അവസാനിപ്പിക്കുക എന്ന സാമ്രാജ്യത്വ അജണ്ട നടപ്പിലാക്കുക കൂടിയായിരുന്നു അമേരിക്ക. ആദിൽ അബ്ബാസ്, കൈരളി ന്യൂസ്.